റിയൽ ലൈഫിൽ നിന്ന് മാന്തി എടുത്തതാണ് ഇതൊക്കെ. ഏട്ടൻ ദേഷ്യപ്പെടുന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര ഗ്ലോറിഫൈഡ് ആയിരുന്നു അന്ന്. ഇതൊക്കെ കേൾക്കുന്നുണ്ടാണോ? കാരണം നമ്മൾ പഠിക്കുന്ന കോളേജ് ഒന്നും പറയാൻ പറ്റില്ലല്ലോ എന്നുള്ള ദേഷ്യത്തിൽ വന്നിട്ട് പിന്നെ ഞാൻ വെച്ചാൽ എന്നാ ഒരു കോണ്ടന്റ് ഉണ്ടാക്കാം. ഹിറ്റ് ആവില്ലോ എന്നൊന്നും അറിയില്ല. ചില ഡയലോഗുകളൊക്കെ ഇപ്പോഴും ഓർത്തിരിക്കും. മറ്റേ ഓർത്തിരിക്കാന്ന് പറഞ്ഞ മറന്നല്ലേ. അതില്ലേ ഞങ്ങളൊന്ന് ഫോളോ ചെയ്യുമെന്ന് വെച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ ആരാന്ന് പറഞ്ഞു. ഞങ്ങള് നിങ്ങളുടെ ഫോളോവേഴ്സ് ആണെന്നത്. പിന്നെ റെക്കഗ്നൈസ് ചെയ്യുമ്പോ അവര് വേറെ ആൾക്കാർ ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം ഞാനിപ്പോ ഇങ്ങനെ ഒരു ക്യാമറ എടുത്തിട്ട് നിങ്ങൾ ടോക്സിക് റിലേഷൻഷിപ്പുകൾ വിടണം, നിങ്ങൾ ഇങ്ങനത്തെ പാർട്ട്ണറിനെ ചൂസ് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഞാൻ മൈൻഡ് ആക്കാതെ വിടും. ജോലി എന്റെ പട്ടി പോവും ജോലിക്ക് എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ വെറുതെ ഇരിക്കും. റിയൽ ലൈഫിൽ എനിക്ക് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് തോന്നിയിട്ടുള്ളതാണ് ഞാൻ കോണ്ടന്റ് ആക്കി അത് എൻജോയ് ചെയ്യണത്. പിന്നെ പൈസ ഇതാക്കുന്നത് പണ്ടൊക്കെ എന്ന് പറയുമ്പോഴേക്കും അതിനൊക്കെ എന്താ 2000 ഉള്ളൂ. ഇങ്ങനെ 2000 ഉണ്ട്. നമ്മുടെ പേരൻസിന്റെ ജനറേഷനിലാണെങ്കിൽ അവർക്ക് കുട്ടി ഉണ്ടായത് അവർക്ക് പേരന്റ് ആവണം എന്ന് തോന്നിയപ്പോഴാവില്ല. ദേ ആർ ജസ്റ്റ് ലൈക്ക് ഓക്കെ നമ്മള് കല്യാണം കഴിച്ചു ഇനിയിപ്പോ കുട്ടിയാവാം, അങ്ങനെ അവർ കുട്ടി ആയതാണ്. ആൻഡ് ദേ were never prepared. ലൈക്ക് അവരെ ഒരു പാരന്റ് ആവാൻ വേണ്ടി ആരും പ്രിപ്പയർ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അവരുടെ പേരൻസ് എങ്ങനെ പാരന്റിങ് ചെയ്യണം എന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവില്ല. അത് എത്രയും നമ്മൾ ഫാർ അവേ പോകുന്നു അത്രയാണ് നല്ലത്. അവരിങ്ങനെ കിടന്ന് കരഞ്ഞ് ബഹളം ഉണ്ടാക്കി ഓരോന്നൊക്കെ ചെയ്യും. ബിക്കോസ് ടോക്സിക് പീപ്പിൾ അവരുടെ എന്ന് പറഞ്ഞാൽ ദേ ഡോണ്ട് റിയലൈസ് അവരങ്ങനെ ദേ തിങ്ക് ദാറ്റ് ദേ ആർ റൈറ്റ്. ക്യൂ സ്റ്റുഡിയോയിൽ അഫ്രീൻ അഷ്റഫ്, വെൽക്കം ടു ക്യൂ സ്റ്റുഡിയോ. താങ്ക് യു. എന്തൊക്കെ ഇപ്പൊ കറക്റ്റ് ആയില്ലേ? താങ്ക് യു. ആ പേര് തെറ്റിക്കാന്ന് പറഞ്ഞത് താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ഹൗ ആർ യു ഫീലിംഗ്? എന്തൊക്കെയുണ്ട് വിശേഷം? നാട്ടില് കുറെ ഗ്യാപ്പിന് ശേഷമല്ലേ വരണേ? നാട്ടിൽ ഈ വരുന്ന ട്രാവലിന്റെ ഒരു ബുദ്ധിമുട്ട് കാരണം വരാൻ മടിയുള്ളതാ. അല്ലാതെ ഭയങ്കര നല്ല, വരുമ്പോ നല്ല രസമാണ്. വരാനുള്ള ആ പ്രോസസ്സിലാണ് ഒരു മടി. നാടാണോ ബാംഗ്ലൂരാണോ ഇഷ്ടം? നാട്ടുകാരുള്ളതുകൊണ്ട് ബാംഗ്ലൂരാണ് ഇഷ്ടം. അല്ലെങ്കിൽ നാടാണ്. ഈ റീലും കോണ്ടന്റ് ഒക്കെ കാണുന്ന സമയത്ത് അഫ്രീയുടെ പ്രധാന ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ നാട്ടുകാര്, കോളേജിലെ ടീച്ചേഴ്സ്, ഓഫീസ് സ്റ്റാഫ്, ഇവരൊക്കെയാണ്. അത് നമുക്ക് എല്ലാവർക്കും ശത്രുക്കളാണ്. ഒരു പോയിന്റ് കഴിയുമ്പോ എന്റെ ദൈവമേ എന്ന് നമുക്ക് തോന്നുന്ന ആൾക്കാരാണ്. ഈ സംഭവങ്ങളൊക്കെ മറ്റേ റിയൽ ലൈഫിൽ നിന്ന് ചീന്തിയെടുക്കുന്ന കാര്യങ്ങളാണ്. അതെ, റിയൽ ലൈഫിൽ നിന്ന് മാന്തി എടുത്തതാണ് ഇതൊക്കെ. കാരണം ഒബ്വിയസ്ലി എല്ലായിടത്തും നല്ലയും ഇതുണ്ട്, നല്ല ടീച്ചേഴ്സും എനിക്ക് ഉണ്ടായിട്ടുണ്ട്, നല്ല സ്റ്റാഫൊക്കെ ഉണ്ട്. പക്ഷെ ചിലവരുടെ നമുക്ക് കാണുമ്പോൾ ഇവരൊക്കെ ഒന്നും കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ആ വിഷമത്തിലുള്ള അങ്ങനത്തെ ആൾക്കാരെ ഞാൻ ടാർഗറ്റ് ചെയ്ത് ആ ഒരു വിഷമം അവിടെ തീർത്തതാണ് കോണ്ടന്റ് ആയി മാറുന്നത്. അത് ആദ്യം തുടങ്ങിയപ്പോ ഞാൻ എൻ്റെ ഒരു ഇപ്പം സ്റ്റാർട്ടിങ്ങിലൊക്കെ തുടങ്ങിയത് എനിക്കൊന്ന് ഓഫീസിൽ ചേച്ചി അങ്ങനത്തെ എന്തുവരും തുടങ്ങിയ അതാ ചെയ്യുന്നതിന്റെ 2-3 ദിവസം മുന്നേ തന്നെ ഞാൻ പോയിട്ട് എനിക്ക് ദേഷ്യം വന്നിട്ട് ഇങ്ങനെ ഒന്നും, കാരണം നമ്മൾ പഠിക്കുന്ന കോളേജ് ഒന്നും പറയാൻ പറ്റില്ലല്ലോ എന്നുള്ള ദേഷ്യത്തിൽ വന്നിട്ട് പിന്നെ ഞാൻ വെച്ചാൽ എന്നാ ഒരു കോണ്ടന്റ് ഉണ്ടാക്കാം. ഹിറ്റ് ആവില്ലോ എന്നൊന്നും അറിയില്ല, പക്ഷെ ചുമ്മാ ചെയ്തു. കുറെ പേര് ഇങ്ങനെ അത് ഭയങ്കര റിലേറ്റബിൾ ആണ്, സെയിം അങ്ങനെ തന്നെയാണ് ഇവിടെയും എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ ഓക്കെ. നമ്മള് ഓഫീസിലൊക്കെ ചെല്ലുന്ന സമയത്ത് കോളേജും സ്കൂളൊക്കെ അവരുടെയാന്ന് വിചാരം. അതെ, നമ്മൾ അങ്ങോട്ട് കാശ് കൊടുത്ത് പഠിക്കുന്നതാണ്, പക്ഷെ നേരെ തിരിച്ചിട്ടാണ് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ്. നമ്മുടെ കോളേജ് പ്രത്യേകിച്ച് ഭയങ്കര ആ കാര്യത്തിൽ ഭയങ്കര സീനായിരുന്നു. ഒരു സ്റ്റാഫും അങ്ങനെ നല്ല ഒന്നും ഉണ്ടായിരുന്നില്ല, എല്ലാവരും ഭയങ്കര. പിന്നെ പ്രിൻസിപ്പൾ ഒന്നും ഇല്ല, 2 ആഴ്ച കഴിഞ്ഞ് വാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പിന്നെ ട്രാവൽ ചെയ്തിട്ടാണല്ലോ വരുന്നത്. കോഴിക്കോടിലേക്ക് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടൊക്കെ പോയിട്ടായിരിക്കും കാണാൻ പോകണം. അവിടെ പോയി ഇതേപോലെ പേരൻസ് ഇങ്ങനെ ദൂരത്തു നിന്നൊക്കെ വരുമ്പോ പ്രിൻസിപ്പളിനെ കാണാൻ പറഞ്ഞ പ്രിൻസിപ്പൾ ഇല്ല, പ്രിൻസിപ്പൾ 2 ആഴ്ച കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ കുറെ ഇൻസ്റ്റൻസസ് ഉണ്ടായിട്ടുണ്ട്. സംസാരിക്കാൻ പോലും സമ്മതിക്കാത്ത പോലെ. ഒരു ഡയലോഗ് പറഞ്ഞ ഒരു വിയേർഡ് ലുക്കും കൂടെ കൊടുക്കോ? ഞാൻ പറയാണ്, മാഡം പ്രിൻസിപ്പൾ ഉണ്ടോ? പ്രിൻസിപ്പൾ ഇപ്പൊ ഒന്നുമില്ല, പ്രിൻസിപ്പൾ 2 ആഴ്ച കഴിഞ്ഞേ വരൂ, പോയിട്ട് പിന്നെ വാ. എങ്ങനെയായിരുന്നു ഈ കോണ്ടന്റ് ക്രിയേഷന്റെ ജേർണി ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്? കോവിഡിന്റെ സമയത്ത് പ്രത്യേകിച്ച് എന്താ പറയാ, ഹോബീസ് ഒന്നും, എനിക്ക് ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആണ് ഞാൻ. അപ്പൊ എനിക്ക് ഒന്നും ചെയ്യാനില്ലാതെ ഇങ്ങനെ ഇരിക്കുമ്പോ ഞാൻ എന്ത് ചെയ്തു, ഈ പല്ലിനെയും പാറ്റേനും ഒക്കെ ഫോട്ടോ എടുത്ത്, തുമ്പിയുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയി. മാക്രോ ലെൻസ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ ഭയങ്കര വലിയ ഫോട്ടോഗ്രാഫർ ആവാൻ പോവാണ്, ഞാൻ നാഷണൽ ജിയോഗ്രഫിയിലൊക്കെ വരും, ഭയങ്കര അടിപൊളി സീനാക്കണം. അതെ, ആരെങ്കിലും കട്ടെടുക്കരുത്, എന്റെ ഫോട്ടോ ആണ് ഇതൊക്കെ, മറ്റേ വാൾപേപ്പർ ഒക്കെ ആയിട്ട് വരുമ്പോ ആൾക്കാരെ അറിയണല്ലോ. അങ്ങനെ തുടങ്ങിയതാണ്. അപ്പൊ തുടങ്ങുമ്പോ ഇങ്ങനെ എല്ലാവരും എന്താ പറയാ കോമന്റ്സ് ഒക്കെ പറയാം നല്ലതാന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഓക്കെ ഭയങ്കര അടിപൊളിയാണ്. പിന്നെ എനിക്ക് മനസ്സിലായി ഈ സാധനം എന്താ പറയാ അത്ര വലിയ സംഭവം എല്ലാവരും ചെയ്യുന്നതാണ്.
അങ്ങനെ ഞാൻ പതുക്കെ പതുക്കെ അടുത്ത വെറൈറ്റിയിൽ പിടിക്കാന്ന് പറഞ്ഞിട്ട് അടുത്തേക്ക് പോയതാ. അടുത്ത വെറൈറ്റി സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാണ് അതാണ് കോണ്ടന്റ്. ആദ്യം മറ്റേ ഡബ് സ്മാഷ് അങ്ങനെയാ തുടങ്ങിയ, പിന്നെ അപ്പോഴേക്ക് ടിക്ടോക്ക് ബാനായി. പിന്നെ ഞാൻ ഒന്ന് തുടങ്ങി പച്ച പിടിച്ച് വരാൻ നേരമ്പോഴേക്കും ഞാൻ അക്കൗണ്ട് ഉണ്ടാക്കിയപ്പോഴേക്കും ബാനായി. ടിക്ടോക്കിൽ അധികം ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ അങ്ങനെ കോണ്ടന്റിലേക്ക് പോയി. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ടിക്ടോക്കില് എന്നെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോസ്. ആ സമയത്ത് ഇങ്ങനെ എങ്ങനെയെങ്കിലും വ്യൂസ് കിട്ടണം അങ്ങനത്തെ ഒരു ഇതില്. അപ്പൊ അവള് പറഞ്ഞു നീ ഒന്ന് ചെയ്യുന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ചെയ്തതിന് നല്ല വ്യൂസും കോമന്റ്സ് ഒക്കെ വന്ന് കോളേജിലൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി. അപ്പൊ ഞാൻ വെച്ചു ഓക്കെ കൊള്ളാലോ, എനിക്ക് എന്തോ കഴിവുണ്ട് എന്ന് മനസ്സിലായിട്ട് അങ്ങനെ ഞാൻ എന്റേതായിട്ട് സ്റ്റാർട്ട് ചെയ്തു ഇൻസ്റ്റാഗ്രാമിൽ. അങ്ങനെയാണ് സ്വന്തമായിട്ട് ആദ്യത്തെ കോണ്ടന്റ് ഇട്ട് തുടങ്ങുന്നത്. ഇട്ട് തുടങ്ങുന്ന സമയത്ത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ കോളേജിലെ ഫസ്റ്റ് വീഡിയോ ആണല്ലോ ഇടുന്നത്, ഓഫീസ് സ്റ്റാഫിന്റെ റിയാക്ഷൻ. ഇതിട്ട് വ്യൂസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴേ എന്തായിരുന്നു ഒരു മോട്ടിവേഷൻ, എന്തായിരുന്നു ആ സമയത്തെ ഫീലിംഗ് ഒക്കെ? എനിക്ക് തോന്നുന്നു 600 ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്യുമ്പോ. അപ്പൊ ഒരു 1000-2000 വ്യൂസ് വന്നിരുന്നു. പിന്നെ ഈ വീഡിയോസ് ഒക്കെ ആയി വരുമ്പോ 10K. അപ്പൊ 10K ഒക്കെ വലിയൊരു കാര്യമായിരുന്നു അപ്പൊ. പിന്നെ അതിങ്ങനെ സ്ലോലി കൂടി പിന്നെ 50-100K ഒക്കെ ആയപ്പോ എനിക്ക് മനസ്സിലായി ഓക്കെ നമുക്ക് ട്രൈ ചെയ്താല് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുവരെ ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ ഇതൊക്കെ അങ്ങനെ എന്താ പറയാ പോസിബിൾ ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ അങ്ങോട്ട് ഒരു കോൺഫിഡൻസ് വന്നപ്പോ പിന്നെ സെറ്റായി വന്നപ്പോ റെഡിയായി, ഒരു ട്രാക്കിലായി. ഈ ട്രാക്കിലായി തുടങ്ങിയപ്പോഴാണോ മറ്റേ ഒരു റിയൽ ലൈഫ് അഫ്രീം അല്ലെങ്കിൽ ഓഫ്ലൈൻ അഫ്രീം തമ്മിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലായി തുടങ്ങി? ആക്ച്വലി അങ്ങനെ വ്യത്യാസം ഉണ്ടെന്ന് വെച്ചാല് എനിക്ക് തോന്നുമില്ലാന്ന്, പക്ഷെ എന്റെ കൂടെയുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ തോന്നുമായിരിക്കും. കാരണം ഞാൻ ഇത് കോണ്ടന്റ് ചെയ്യുമ്പോൾ പറഞ്ഞാൽ എന്റെ തന്നെ ഒരു പേഴ്സണൽ സോണിലാണ്. ഞാൻ എപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇപ്പൊ ഓരോരുത്തരുടെ അടുത്ത് ചിലപ്പോൾ ഞാൻ അങ്ങനെ ആവണം എന്നില്ല. അപ്പൊ അവർക്ക് തോന്നും ഡിഫറൻസ് ഉണ്ട് എന്ന്. എനിക്ക് ശരിക്കും ഡിഫറൻസ് തോന്നിയിട്ടില്ല. പക്ഷെ ഇപ്പൊ റൈറ്റ് നൗ ഒബ്വിയസ്ലി ഉണ്ട്. കാരണം എല്ലാതും സോഷ്യൽ മീഡിയയിൽ കാണിക്കുമ്പോൾ എനിക്ക് അത്ര മീൻസ് പബ്ലിക് ആവാനും താല്പര്യമില്ല. അപ്പൊ അവിടെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ എല്ലാം ഇങ്ങനെ കീപ്പപ്പ് ചെയ്യാനും ഭയങ്കര ഡിഫിക്കൽട്ട്. എപ്പോഴും ഇങ്ങനെ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു, നടക്കുന്നു, ഇരിക്കുന്നു, ഇതൊക്കെ സ്റ്റോറി ഇടണം. വലിയ ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ ഞാൻ കാണുമ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനെയാണ് നമ്മൾ ആക്ച്വലി ചെയ്യേണ്ടത്. ഇരിക്കുന്നത് സ്റ്റോറി ഇടുന്നു, കഴിക്കുന്ന സ്റ്റോറി ഇടുന്നു, അതൊക്കെ ഭയങ്കര ടഫാണ് ചെയ്തെടുക്കാൻ. അതുകൊണ്ട് ഞാൻ കുറച്ച് ലീൻ ബാക്ക് ആണ് ആ കാര്യത്തില്. ഈ കോണ്ടന്റുകൾ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഐഡിയാസ് ഒക്കെ ഇപ്പൊ നമ്മള് ഇരുന്ന് എഴുതി ഓക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാം, ഇങ്ങനെയൊക്കെ പറയാം, അങ്ങനെ പ്ലാൻ ഉണ്ടോ, അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് തോട്ടിൽ വന്ന് ചെയ്യുന്നതാണോ? ഇൻസ്റ്റന്റ് തോട്ടിൽ വന്നിട്ട് ഞാൻ വാട്സാപ്പില് എന്റെ തന്നെ ഞാൻ മാത്രമുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഞാൻ മാത്രമുള്ള ഒരു ഗ്രൂപ്പ്. അതിൽ ഞാൻ ഐഡിയ മാത്രം ഇടും. ഇടക്ക് ഭയങ്കര തോട്ട്ഫുൾ ആയിട്ട് ഇരിക്കുമ്പോൾ ഡയലോഗ്സ് എന്തെങ്കിലുമൊക്കെ തോന്നുകയാണെങ്കിൽ അതും ഇടും. അതല്ലാതെ സ്ക്രിപ്റ്റിംഗ് ചെയ്യാറില്ല. വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ തന്നെ ഒറ്റയ്ക്കാണ് ചെയ്യാറ്. എന്തെങ്കിലുമൊക്കെ വരുന്ന റാൻഡം ആയിട്ട് ഇങ്ങനെ പറയും. അതുകൊണ്ട് ആക്ച്വലി ഇങ്ങനെ നമ്മള് ബ്രാൻഡിനായിട്ട് വർക്ക് ചെയ്യുമ്പോൾ പ്രൊമോഷനൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അവര് സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ ആദ്യം എനിക്ക് സ്ക്രിപ്റ്റ് ഒന്നും ഉണ്ടാവാറില്ല. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഓക്കെ ഇങ്ങനെ ഒരു പ്രോസസ്സ് ഉണ്ട്, അങ്ങനെ ചെയ്യണം. അപ്പൊ ഞാൻ മാക്സിമം അങ്ങനെ ട്രൈ ചെയ്യാറുണ്ട്. പക്ഷെ എന്റേതായ കോണ്ടന്റിലില്ല, സ്ക്രിപ്റ്റ് ഇല്ല. ഈ സ്വന്തം കോണ്ടന്റിനുള്ള ഐഡിയ ഇപ്പൊ പറഞ്ഞ പോലെ മാന്തി എടുക്കുന്നതാന്ന് പറഞ്ഞല്ലോ, ഇതെങ്ങനെയാ ഓരോന്ന് കിട്ടുന്നത്? ഇപ്പൊ ഓഫീസ് ആയാലും ഏട്ടായിയുടെ മോളൂസ് ആയാലും ബാക്കി ടീച്ചേഴ്സ്. ഇപ്പൊ ഈ ഏട്ടായിയുടെ മോള് എന്നൊക്കെ പറഞ്ഞാൽ എനിക്കൊരു ടോക്സിക് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് എന്റെ വിചാരം ഭയങ്കര അടിപൊളി, ഞങ്ങള് ഭയങ്കര ട്രൂ ലവ് അതൊക്കെയായിരുന്നു. പിന്നെയാണ് എനിക്ക് മനസ്സിലായി ഓക്കെ ഇത് ഇങ്ങനെയാണ്. അതെനിക്ക് തോന്നുന്നു ആ സമയത്ത് അതൊരു ട്രെൻഡും ആയിരുന്നു. എല്ലാവരുടെയും വിചാരം അതെന്തോ ഭയങ്കര അടിപൊളി സാധനം, അതന്നെ അത് ഭയങ്കര ഏട്ടൻ ദേഷ്യപ്പെടും എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര ഗ്ലോറിഫൈഡ് ആയിരുന്നു അന്ന്. പിന്നെ ആ ഒരു ഈ ഒരു സംഭവം ഇത് കോൾ ഔട്ട് ചെയ്ത് ഇങ്ങനെ വന്നപ്പോ ഇപ്പോഴാണ് അത് ടോക്സിക് ആയത്. അപ്പൊ ഐ എം ഗ്ലാഡ് ദാറ്റ് അത് ടോക്സിക് ആണെന്ന് ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നതിന്റെ ഒരു പാർട്ടായത്. എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇപ്പോഴും പറയും, ഓരോ ടോക്സിക് റിലേഷൻഷിപ്പിലുള്ള ആൾക്കാർക്ക് ഇത് അയച്ചു കൊടുത്തിട്ട് പറയാറുണ്ട് നിന്റെ ഇങ്ങനെയാണ്, നീ ശ്രദ്ധിക്കണം എന്നൊക്കെ. അപ്പൊ അങ്ങനെ ഒരു ഉപകാരം ഉണ്ടായത്. അതെ, അങ്ങനെ ഒരു ഉപകാരം ഉണ്ടായാല് ഐ എം വെരി ഹാപ്പി. ഈ കോണ്ടന്റ് ക്രിയേഷൻ ഒക്കെ വന്നു തുടങ്ങി, നമ്മൾ കുറെ ആൾക്കാരൊക്കെ അറിഞ്ഞു തുടങ്ങി. അങ്ങനെ ഒരു സ്റ്റേജ് കഴിഞ്ഞു കഴിയുമ്പോ പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അഫ്രയല്ലേ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വരും. ഇപ്പൊ നമ്മൾ ഫാമിലിയുടെ കൂടെ ആണെങ്കിലും ഫ്രണ്ട്സിന്റെ കൂടെയുള്ള ഒരു ഇമോഷൻ വേറെയാണ്. അങ്ങനെ ഒരു ആള് തിരിച്ചറിഞ്ഞ് നമ്മുടെ അടുത്തേക്ക് വരുന്നപ്പോ ഫാമിലിയുടെ കൂടെ ആണെങ്കിൽ ഇമോഷൻ വേറെയാണ്. ഈ തുടങ്ങുന്ന സമയത്തൊക്കെ വീട്ടിലെ സപ്പോർട്ടൊക്കെ എങ്ങനെയായിരുന്നു? അവരെപ്പോഴും സപ്പോർട്ടീവ് ആണ്. അവർക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല.
എന്താണോ നമ്മുടെ ഇഷ്ടം, എന്താണോ അത് ചെയ്തോ, അങ്ങനത്തെയാണ്. അപ്പൊ സപ്പോർട്ട് അങ്ങനെ കുറെ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് വീട്ടില് കുഴപ്പമൊന്നുമില്ല. ഓർത്തഡോക്സ് അങ്ങനെ. പക്ഷെ എന്റെ പേരൻസ് അങ്ങനെയല്ല. ചെറുപ്പം മുതലേ അങ്ങനെയാണ് അവര്. ലൈക്ക് ഇപ്പൊ പേട്രിയാർക്കി അതൊന്നും എന്റെ വീട്ടിലില്ല. രണ്ടുപേരും പണി ചെയ്യും. ഇപ്പൊ ഉമ്മ പാത്രം കഴുകുകയാണെങ്കിൽ ഉപ്പ ഡ്രസ്സ് അലക്കും. അങ്ങനെ എല്ലാവരും ഒരു നോർമൽ ലിബറൽ ഫാമിലിയാ. അപ്പൊ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പിന്നെ റെക്കഗ്നൈസ് ചെയ്യുമ്പോ അവര് വരുന്ന ആൾക്കാർ ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയാറുണ്ട്. ഫ്രണ്ട്സിന്റെ കൂടെ ആണെങ്കിൽ കുറച്ചുകൂടി ചില്ല. പിന്നെ വരുന്നത് എനിക്ക് ഇഷ്ടമാണ് ആക്ച്വലി ആൾക്കാർ വന്ന് സംസാരിക്കുന്നത്. പക്ഷെ അവർക്ക് എന്റെ എന്താ പേടി ഇങ്ങനെ പോലെ അയ്യോ എന്താ പറയുക ഇങ്ങനെന്നൊക്കെ കാണിക്കുമ്പോൾ പിന്നെ ഞാനിങ്ങനെ തിരിച്ച് ഹായ് കാണുമ്പോൾ അവരും ഹായ് കാണിച്ചിട്ട് അങ്ങനെ പോകും. ചിലവർക്ക് വരാൻ ഭയങ്കര പേടിയായിരിക്കും, അങ്ങനെ അയ്യോ എന്താ പറയാന്നൊക്കെ. പക്ഷെ എനിക്കിഷ്ടം സംസാരിക്കാൻ. ഈ അടുത്ത് ഞാനിപ്പോ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് കുറച്ച് പിള്ളേര് വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, അതില്ലേ അല്ലല്ല ഇവിടെ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അതില്ലേ ഞങ്ങളൊന്ന് ഫോളോ ചെയ്യുമെന്ന് വെച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ ആരാന്ന് പറഞ്ഞു. ഞങ്ങള് നിങ്ങളുടെ ഫോളോവേഴ്സ് ആന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾ തിരിച്ചു ഫോളോ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു പക്ഷെ എനിക്ക് നിങ്ങളെ അറിയില്ലല്ലോ തിരിച്ചു ഫോളോ ചെയ്യാൻ. ഞങ്ങള് നിങ്ങളുടെ ഫോളോവേഴ്സ് ആണല്ലോ, അപ്പൊ ഞങ്ങൾ തിരിച്ചു ഫോളോ ചെയ്തുകൂടെ. അപ്പൊ ഞാൻ ഓ ശരി നോക്കാം എന്നൊക്കെ റേഞ്ച് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിവാക്കി. അങ്ങനെ കുറച്ച് ഓക്വേർഡ് ഇൻസ്റ്റൻസസ് ഉണ്ട്. പക്ഷെ അതൊക്കെ പിള്ളേരാ, ഭയങ്കര ചെറിയ പിള്ളേരാ. കൊറേയൊക്കെ കാണുമ്പോ ആൾക്കാർ വന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം, സന്തോഷം. ഇപ്പൊ ഫാമിലിയെ കുറിച്ച് പറഞ്ഞപ്പോഴേ അമ്മേനെ കുറിച്ചും അമ്മയുടെ ആറ്റിറ്റ്യൂഡും അമ്മയുടെ വ്യൂ പോയിന്റ് എന്നൊക്കെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഒരേ സൽവാറിൽ. ആക്ച്വലി അതൊരു IP ആണ്. ഞാൻ വെറൈറ്റി ആഗ്രഹിക്കുന്ന ആളായതുകൊണ്ട് ഞാൻ ആദ്യമൊക്കെ പല പല കോസ്റ്റ്യൂമാ യൂസ് ചെയ്തിരുന്നേ. പിന്നെ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ നമ്മള് കോണ്ടന്റ് ക്രിയേഷനില് ഒരു IP ക്രിയേറ്റ് ചെയ്യണം എന്ന് വെച്ചാൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി, ഒരാളുടെ അമ്മയുടെ ക്യാരക്ടറിന് ആ ഒരു എന്താ പറയാ സിഗ്നേച്ചർ ക്രിയേറ്റ് ചെയ്യണം. ഇപ്പൊ ഗോകുൽ രാജിനെ അറിയില്ലേ, അല്ലെങ്കിൽ ജോയൽ, സ്റ്റെഫി, എല്ലാവരും ഒരേ പാറ്റേൺ ആണ് ഒരു ക്യാരക്ടർ യൂസ് ചെയ്യുക. കാരണം വെച്ചാൽ 1 മിനിറ്റിൽ നമ്മൾ ആ കഥ നരേറ്റ് ചെയ്യുമ്പോൾ അത് കാണുന്നവർക്കും പുതിയതായിട്ട് കാണുന്ന ആൾക്കാർക്കും ഒക്കെ മനസ്സിലാവണം ഇത് ഇന്ന ക്യാരക്ടർ ആണെന്ന്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അതൊരു IP ആയിട്ട് ഇതാക്കി. കാരണം ആദ്യം ഇപ്പൊ ഞാൻ ടീച്ചറും ഓഫീസിൽ ചേച്ചിക്ക്, പക്ഷെ നിങ്ങൾക്ക് ഒരു പിക്ചർ ഓർമ്മ ഉണ്ടാവൂല, എന്റെ മുഖം മാത്രം ഓർമ്മ ഉണ്ടാവുള്ളൂ. പക്ഷെ അമ്മ എന്ന് പറയുമ്പോ ഒരു പിക്ചർ ഓർമ്മ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ടീച്ചർ എന്ന് പറയുമ്പോൾ ഒരു പിക്ചർ ഓർമ്മ ഉണ്ട്. ആ പിക്ചറിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അത് ആക്ച്വലി പുറത്തെ ക്രിയേറ്റേഴ്സ് വൈഡ് സ്പ്രെഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കാര്യം, പണ്ട് മുതലേ ഉള്ള ഒരു സംഭവമാണ്. ഞാൻ അത് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പിന്നെയാണ് അങ്ങനെ മനസ്സിലാക്കി വന്നപ്പോ അത് ഇൻകോർപ്പറേറ്റ് ചെയ്തു. അപ്പൊ നമ്മുടെ ചോദ്യം ഇതാണ്, ഈ അമ്മ എങ്ങനെയാണ്, ഈ വ്യൂ പോയിന്റ് ആണോ മിക്സഡ് ആണ്. ഇടക്ക് ചിലതൊക്കെ സെയിം വ്യൂ പോയിന്റ്സ് ഉണ്ടാവാറുണ്ട്. ഇടക്ക് ഞാൻ കുറച്ച് എക്സാജറേറ്റ് ചെയ്തിട്ട് മസാല ഒക്കെ വരട്ടി കണ്ടന്റിന് വേണ്ടി ചെയ്യാറുണ്ട്. ഇതൊക്കെ കേൾക്കുന്നുണ്ടാണോ? അപ്പൊ എന്താ പറഞ്ഞത്, എന്നെ പറ്റി കാശാക്കരുത്. അഫ്രി ക്രിയേറ്റ് ചെയ്യുന്ന കോണ്ടന്റുകളിലൊക്കെ ഒരു റൈറ്റും റോങ്ങും എന്തായാലും ഉണ്ടാവുമല്ലോ. അതിലെപ്പോഴും പൊളിറ്റിക്കലി റൈറ്റിന്റെ കൂടെ ആയിരിക്കും കോണ്ടന്റ്സ് വരെ. ഇപ്പൊ ഈ ടോക്സിക് റിലേഷൻഷിപ്പ് പറഞ്ഞപ്പോഴും ഓഫീസ് സ്റ്റാഫിന്റെയും ബസ്സിലെ കണ്ടക്ടറുടെയും അങ്ങനെ എല്ലാം പൊളിറ്റിക്കലി റൈറ്റിന്റെ കൂടെ നിൽക്കുന്ന സർക്കാസം ബ്യൂട്ടിഫുള്ളി വർക്ക് ചെയ്യുന്ന നമ്മൾ ചില ഡയലോഗുകളൊക്കെ ഇപ്പോഴും ഓർത്തിരിക്കും. മറ്റേ ഓർത്തിരിക്കാന്ന് പറഞ്ഞ മറന്നല്ലേ, ഓർത്ത് പ്രോസസ് ചെയ്ത് വരികയാണ്. മറ്റേ ഏട്ടായി ജിമെയിൽ ID-യുടെ പാസ്വേഡ് ചോദിച്ചു, ഉപയോഗിക്കാൻ പാടില്ലാത്ത ആപ്പുകളിലുള്ള ആപ്പാണ് സ്നാപ്ചാറ്റ്. സോ ഇതൊക്കെ സൈഡില് ടോക്സിക് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും പലരും ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ ഇങ്ങനത്തെ പൊളിറ്റിക്കലി റൈറ്റിന്റെ കൂടെ നിൽക്കുന്ന കോണ്ടന്റുകളുടെ പ്ലാനിങ്ങും എക്സിക്യൂഷനും അതെന്തുകൊണ്ട് ഞാൻ ചെയ്യണം, ഇതൊക്കെ എങ്ങനെയായിരുന്നു? പറയുന്ന പോലെ പ്ലാൻ ചെയ്ത് ചെയ്യുന്നൊന്നുമല്ല, അതങ്ങോട്ട് ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആയി വരുന്നത്. പിന്നെ ഞാൻ എന്താ പറയാ, എന്തെങ്കിലും ഒരു മെസ്സേജ് ലൈക്ക് കൺവേ ചെയ്യണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് എനിക്കുണ്ട്. അതർ ദാൻ ജസ്റ്റ് കോമഡി പോലെ ഫണ്ണി മാത്രമല്ലാതെ എന്തെങ്കിലും ഒരു കോണ്ടന്റ്. കാരണം കോമഡി ത്രൂ ആണ് നമുക്ക് എപ്പോഴും ഒരു മെസ്സേജ് സ്ട്രോങ് ആയിട്ട്, ആക്ഷേപഹാസ്യം അതാ സെറ്റയറിസം. അപ്പൊ അത് ഭയങ്കര ഒരു സ്ട്രോങ് ഇതായിട്ട് എനിക്ക് തോന്നി. കാരണം ഞാനിപ്പോ ഇങ്ങനെ ഒരു ക്യാമറ എടുത്തിട്ട് നിങ്ങൾ ടോക്സിക് റിലേഷൻഷിപ്പുകൾ വിടണം, നിങ്ങൾ ഇങ്ങനത്തെ പാർട്ട്ണറിനെ ചൂസ് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഞാൻ മൈൻഡ് ആക്കാതെ വിടും. പക്ഷെ അതൊരു കോമഡി, ഒരു കോണ്ടന്റ്, ഒരു കഥയായിട്ട് വരുമ്പോൾ അത് അവരുടെ ഒരു മനസ്സിൽ രജിസ്റ്റർ ആയിട്ട് ദേ ഫീൽ കണക്റ്റഡ്. ഓക്കെ, ഇങ്ങനെ റിയൽ ലൈഫിലാണ് പോയത്, ഞാൻ ആ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്, അങ്ങനത്തെ പോലൊരു സാധനം കൺവേ ചെയ്യണം എന്നായിരുന്നു
ഇനീഷ്യലി എൻ്റെ ഐഡിയ. പിന്നെ അത് അങ്ങനെ ഫ്ലോ ചെയ്ത് വന്നു. ആക്ച്വലി ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ ഓൾവേസ് ഐ ഫെൽറ്റ് ലൈക്ക് ഈ ഒരു കോമഡി ഈസ് വെരി സ്ട്രോങ് സംഭവം. ഇപ്പൊ ഞാൻ സിനിമ കാണുമ്പോഴായിരുന്നു ചെറുപ്പം മുതൽ കോമഡി ചെയ്യുന്ന ആൾക്കാരെയാണ് ഞാൻ ഇങ്ങനെ കൂടുതൽ എനിക്ക് മനസ്സിൽ ഓർത്തിരിക്കും കോമഡി. ഇപ്പൊ നമ്മൾ വെട്ടം ഏത് സിനിമയാണ് കോമഡി സീൻസ് ഇങ്ങനെ ഓർത്തിരിക്കും. അപ്പൊ ആ ഒരു രജിസ്റ്റർ ചെയ്യുന്ന ഒരു സംഭവം കോമഡിക്കേ ഉള്ളൂ. ബാക്കി ആക്ഷൻ ലവ് എല്ലാം നമ്മൾ കണ്ടിട്ട് അങ്ങനെ ഓക്കെ നൈസ് കഴിഞ്ഞു. അതിന്റെ അപ്പുറത്തേക്കുള്ള സാധനം ആ പവർ കോമഡിക്ക് ഉണ്ട്. ഐ തിങ്ക് എ ലോട്ട് ഓഫ് പീപ്പിൾ ഹാവ് നെവർ അണ്ടർസ്റ്റുഡ് ദാറ്റ്. പക്ഷെ എനിക്കത് അറിയായിരുന്നു ചെറുപ്പമില്ല. അപ്പൊ ഞാൻ അങ്ങനെ ആ ഒരു സൈഡ് പിടിച്ചു പോയത്. കോണ്ടന്റ് ക്രിയേറ്റർ അഫ്രീനെ നമുക്കറിയാം, പക്ഷെ ഡോക്ടർ അഫ്രീന അഷ്റഫ് നമുക്ക് അറിയില്ല. എന്താ ഡോക്ടറാണെന്ന് അറിയാം, MBBS പഠിച്ചു 5 വർഷം, 5.5 വർഷമുണ്ട്. എങ്ങനെയായിരുന്നു ആ ഒരു ജേർണിയൊക്കെ? ഇപ്പൊ ഈ യൂട്യൂബിൽ നമ്മൾ വീഡിയോ കണ്ടായിരുന്നു, എഞ്ചിനീയറിംഗ് ആയിരുന്നു തുടക്കത്തിൽ ആഗ്രഹം, കമ്പ്യൂട്ടർ സയൻസ് ആണ് എടുക്കാൻ വേണ്ടി ചൂസ് ചെയ്ത്, പിന്നെ അമ്മ പറഞ്ഞു ബയോളജി ആണ് ഇഷ്ടം, അങ്ങനെ ഒരു സ്റ്റോറി ഒക്കെ ഉണ്ട്. എങ്ങനെയായിരുന്നു ഇതിലേക്കുള്ള ഒരു സ്റ്റാർട്ടിംഗ് ഒക്കെ? അങ്ങനെ തന്നെയായിരുന്നു സ്റ്റാർട്ടിങ്. എൻ്റെ അടുത്ത് പറഞ്ഞു ഉമ്മ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവും. ഉമ്മ പറഞ്ഞു കമ്പ്യൂട്ടർ പഠിക്കാൻ എന്തിനാ നീ കഷ്ടപ്പെട്ട് +2 കമ്പ്യൂട്ടർ പഠിക്കണേ, കമ്പ്യൂട്ടർ പഠിച്ചിട്ട് ഒരു കാര്യമില്ല, ഞാൻ പഠിപ്പിച്ചു തരാം കമ്പ്യൂട്ടർ, നീ ബയോ എടുക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. കമ്പ്യൂട്ടർ മാത്സിൽ ഞാനിങ്ങനെ വലിയ ആളെപ്പോലെ ഇങ്ങനെ, കമ്പ്യൂട്ടർ മാത്സ് ഒക്കെ ആ സമയത്ത് ഭയങ്കര കൂളാണല്ലോ, ഞാനിങ്ങനെ വലിയ ആളെപ്പോലെ കമ്പ്യൂട്ടർ മാത്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഉമ്മ എന്ന് വിളിച്ചിട്ട് അത് മാറ്റ് പറഞ്ഞിട്ട് ഞാൻ പിന്നെ ബയോയിലേക്ക് മാറി. ബയോ പിന്നെ കുഴപ്പമില്ലായിരുന്നു, പഠിച്ചങ്ങനെ പോയി. പിന്നെ ഞാൻ എഞ്ചിനീയറിംഗിനെ വിചാരിച്ചേ. അപ്പൊ എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്നത് വെച്ചാൽ എഞ്ചിനീയറിംഗിന്റെ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും എന്ന് പറഞ്ഞാൽ കടുകട്ടി. ബയോളജിയുടെ മെഡിസിന്റെ ആണെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ ഞാൻ വിളിച്ചു എഞ്ചിനീയറിംഗ് അത് വേണ്ട, മെഡിസിൻ കുറെ എഞ്ചിനീയേഴ്സ് ആയല്ലോ, നമ്മൾ മെഡിസിൻ ഇഷ്ടമാണ്. പക്ഷെ എൻട്രൻസിന്റെ ലെവല് മാത്സ് എന്നൊക്കെ പറയുന്നത് കുറച്ച് പിന്നെ ഇപ്പൊ മാത്സ് ആവശ്യമില്ലാത്തോണ്ട് ഇപ്പൊ മറന്നു. കഴിഞ്ഞ ദിവസം കൂടി എന്തോ ചെറിയൊരു മാത്സ് എന്തോ 24+13 അങ്ങനെ എന്തോ, അത് തന്നെ ഞാൻ കാൽക്കുലേറ്റർ എടുത്തിട്ട് അങ്ങനെയായി. അങ്ങനെ തുടങ്ങി, പിന്നെ റിപ്പീറ്റ് ചെയ്തു. പിന്നെ ആ സമയത്ത് ഇങ്ങനെ ഫീസിന്റെ എന്തോ കാര്യത്തിൽ കൺഫ്യൂഷൻ ഒക്കെ നടന്ന സമയമായിരുന്നു. അപ്പൊ എൻട്രൻസ് എഴുതിയിട്ട് ഇങ്ങനെ ഫീസിന്റെ കൺഫ്യൂഷൻ കാരണം ആൾക്കാർ ഇങ്ങനെ അഡ്മിഷൻ എടുക്കണോ വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷൻ. ഞാൻ ഉമ്മാരോട് പറയും എടുക്കണം, നമുക്ക് എന്തായാലും എടുക്കണം എന്ന് പറഞ്ഞിട്ട് ട്രിവാൻഡ്രം പോയിട്ട് അഡ്മിഷൻ എടുത്തു. ഭാഗ്യത്തിന് ഫീസ് മറ്റേ കോളേജസ് പ്രൊപ്പോസ് ചെയ്യുന്നത് ഹയർ ഫീസും മറ്റേ നമ്മൾ പ്രൊപ്പോസ് ചെയ്യുന്ന ലോവർ ഫീസും. ഭാഗ്യത്തിന് നമുക്ക് ആ സെക്കൻഡ് ഓപ്ഷനിൽ തന്നെ കിട്ടി. പിന്നെ ഇപ്പൊ ഒക്കെ കത്തി വിലയാണ്. അന്നങ്ങനെ കേറി പറ്റി പഠിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ കോവിഡിന്റെ സമയത്താണ് കോണ്ടന്റ് തുടങ്ങിയത്. കോണ്ടന്റ് ചെയ്തൊന്ന് പച്ച പിടിച്ചു വന്നപ്പോഴേക്കും കോവിഡ് മാറി, വീണ്ടും പഠിപ്പും എക്സാം അങ്ങനെ പോയി. പിന്നെ ഇന്റേൺഷിപ്പിന് പിന്നെ പണിയെടുക്കുക. ഇതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും കോണ്ടന്റിലേക്ക് തിരിഞ്ഞപ്പോ ഞാനൊരു ബ്രേക്ക് എടുത്തു. ഇനി ഒന്ന് സുഖിക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഇവര് എപ്പോഴും വിളിച്ചു ചോദിക്കും ജോലിക്ക് പോണില്ലേ, ജോലിക്ക് വിടാം. ജോലി എന്റെ പട്ടി പോവും ജോലിക്ക് ഞാനിങ്ങനെ വെറുതെ ഇരിക്കുന്നത്. ഇതല്ല ആക്ച്വലി കോണ്ടന്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ജോലിയാണ്. അതൊരു വലിയ ജോലിയാണ്. അത് രണ്ടും കൂടി ബാലൻസ് ചെയ്യാൻ പറ്റാത്ത ജോലി ആയതാണ് ഒരു പ്രശ്നം. ഇപ്പൊ വേറെ കോർപ്പറേറ്റ് വർക്ക് ഒക്കെ ആണെങ്കിൽ ഒരു 9 to 5 വർക്ക് ചെയ്ത് സാറ്റർഡേ സൺഡേ ലീവ് ആണെങ്കിൽ പിന്നെയും ഇത് ചെയ്യാം. ഇത് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ പോയി രാവിലെ കയറി രാത്രി ഇറങ്ങി കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ പോവാ, അത്ര സമയമേ ഉള്ളൂ. ലീവും ഇല്ല, ഹോളിഡേ ഒന്നും ഇല്ല, പബ്ലിക് ഹോളിഡേ എല്ലാം വർക്കിംഗ് ആണ്. അപ്പൊ ഒന്നും നടക്കില്ല. അഫ്രീയുടെ കാറ്റഗറിയിൽ വരുന്ന റിലേറ്റബിൾ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. ഇവരൊക്കെ നമുക്ക് ഒരുപാട്, നമ്മളെ പോലെയുള്ള വ്യൂവേഴ്സിന് ഒരുപാട് പോയിന്റ് ഓഫ് വ്യൂകൾ കാണിച്ചു തന്നിട്ടുണ്ട്. നാട്ടുകാരുടെയും ചില റിലേറ്റീവ്സിന്റെയും അങ്കിൾമാരുടെയും ആന്റിമാരുടെയും വെറുതെ വീട്ടിൽ നമ്മളെ മാത്രം ഫോക്കസ് ചെയ്ത് വരുന്ന കുറെ റിലേറ്റീവ്സിന്റെയും നാട്ടുകാരുടെയും ആ ഒരു ജേർണി അഫ്രീ എങ്ങനെയാണ് റിയൽ ലൈഫിൽ അത് എൻജോയ് ചെയ്തിട്ടുള്ളതും എന്നാൽ കോണ്ടന്റ് ഉണ്ടാക്കുന്ന സമയത്ത് അതൊരു കോണ്ടന്റ് പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്? റിയൽ ലൈഫിൽ എൻജോയ് ചെയ്തിട്ടില്ല. റിയൽ ലൈഫിൽ എനിക്ക് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് തോന്നിയിട്ടുള്ളതാണ് ഞാൻ കോണ്ടന്റ് ആക്കി അത് എൻജോയ് ചെയ്യണത്. ഇപ്പൊ ഉമ്മാടെ അടുത്താണെങ്കിലും എന്തെങ്കിലും പറയുമ്പോ എനിക്ക് തോന്നുന്നു ഇതൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, അതൊരു കോണ്ടന്റ് ആക്കും. അതെ, നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല, അതൊരു കോണ്ടന്റ് ആക്കും. അതേപോലെ റിലേറ്റീവ്സിനാണെങ്കിൽ കുറെയൊക്കെ നമുക്ക് അവരെ മാറ്റാൻ പറ്റില്ല, അവര് അങ്ങനെയാണ്. അവർ കുറ്റമൊന്നുമല്ല, അതൊരു ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസിനെ കോണ്ടന്റിലൂടെ കാണിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ചില ആൾക്കാർ വിചാരിക്കും ഇത് കളിയാക്കുന്നതല്ല. ആ ഡിഫറൻസിനെ മനസ്സിലാക്കിയിട്ട് നമ്മൾ
രണ്ട് ജനറേഷൻസ് തമ്മിൽ ഹാർമണിയിൽ പോകണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പക്ഷെ ആ ഡിഫറൻസ് ബ്രിഡ്ജ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവര് നമ്മളായിട്ട് ഒച്ച ഉണ്ടാക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഓക്കെ എന്നാ കണ്ടന്റ് ചെയ്യാം, അങ്ങനെ കണ്ടന്റ് ആക്കും. ഈ തന്തവൈബ് എന്തോരം ഹിറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ? ഞാൻ എപ്പോഴും അങ്ങനെ തന്നെയാണ് ആക്ച്വലി. എനിക്ക് പുറത്തു പോകാൻ ഇഷ്ടമില്ല, വീട്ടിലിരിക്കുന്ന അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇപ്പൊ കുറച്ചും കൂടിയും പ്രോമിനന്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്ന ഫീച്ചറാണ് വീട് വൃത്തിയാവുന്നത്. ഇപ്പൊ ഞാൻ എൻ്റെ വീട് റൂമൊക്കെ ആണെങ്കിൽ അവിടെ കേട്ടോ ബാംഗ്ലൂരിൽ ഞാൻ ആൾക്കാരൊക്കെ വരുമ്പോൾ ഇവിടൊക്കെ വൃത്തിയാക്കിയിട്ട് ഇതാക്ക്, പിന്നെ അതെടുത്തത് അടുത്ത ആ പ്ലേറ്റ് എടുക്കരുത്, ആ പ്ലേറ്റ് എടുക്കരുത്, ആ പ്ലേറ്റ് വേറെ ആൾക്കാർക്കുള്ളതാണ്, നിങ്ങൾ ഈ പ്ലേറ്റ് എടുക്കുക, അങ്ങനെയൊക്കെ ഭയങ്കര ഒരു ആ അഡൾട്ടിക് അങ്ങനെയാണ് വരുന്നത്. പിന്നെ എവിടെയെങ്കിലും പുറത്തു പോകുമ്പോൾ നല്ല കാർപ്പറ്റ്, നല്ല സോഫയുടെ കവർ, ഇതൊക്കെ അതാണ് ഇപ്പോഴത്തെ ഇത്. പക്ഷെ അത് തന്തവൈബായിട്ട് കണക്കാക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. പിന്നെ പൈസ ഇതാക്കുന്നത് പണ്ടൊക്കെ അതിനിപ്പോ എന്താ 2000 അല്ലേ ഉള്ളൂ, ഇപ്പൊ ഇങ്ങനെ 2000 ഉണ്ട്, 2000-നോ ഇതൊന്നും പറ്റില്ല, വേണ്ട, അങ്ങനെ. ഇത് ഇവിടെ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഇതിന്റെ ആവശ്യമില്ല, ആ സാധനത്തിന്റെ ഒഴിവാക്കിയേക്ക്. ഈ ഫ്രണ്ട്ഷിപ്പിന് എത്രത്തോളം വാല്യൂ കൊടുക്കുന്ന ആളാണ് ഫ്രീ? ആൻഡ് ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണ് ലൈഫിൽ യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? പേഴ്സണൽ ലൈഫിലത്തെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഞാനൊരു എന്താ പറയാ പോയോടുത്ത് അങ്ങനത്തെ ഒരു ടൈപ്പാ. ഇപ്പൊ പറഞ്ഞില്ലേ സ്കൂള് കോളേജ്, ഞാൻ ആരായിട്ട് കോണ്ടാക്ട് ഇല്ല, ഞാൻ ഒട്ടും ഇല്ല. അപ്പോ അതെന്തെന്ന് വെച്ചാല് അവർക്ക് തോന്നും ഓക്കെ അവളിപ്പോ വലിയ ആളെയോ നമ്മളെ മൈൻഡിൽ അങ്ങനെ. പക്ഷെ what I feel is that I am changing as a person throughout, and if those people who have been friends with me are not changing, then I cannot be friends with them. അങ്ങനെ അപ്പം എന്നായിട്ട് ചേഞ്ച് ആയി എന്നായിട്ട് അഡാപ്റ്റ് ചെയ്യുന്ന ഫ്രണ്ട്സിനായിട്ട് ഞാൻ എപ്പോഴും ഫ്രണ്ട്സ് ആണ്. ഈ മാറ്റങ്ങളൊക്കെ ഇൻകോപ്പറേറ്റ് ചെയ്ത് നമ്മൾ ആസ് എ ഹ്യൂമൻ ബീങ് വളരുമ്പോൾ നമ്മൾ അവരെ കൂടെ. പക്ഷെ ചില ആൾക്കാർ അവരെ സെയിം തന്നെ ആയിരിക്കും, അതേപോലെ തന്നെ ഇപ്പോഴും കുറെ മാറ്റങ്ങളൊന്നും ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത. അപ്പൊ ഞാൻ പതുക്കെ അവരായിട്ട് ഇങ്ങനെ ഡിറ്റാച്ച്ഡ് ആയി പോകും. പിന്നെ ഡിറ്റാച്ച്ഡ് ആയി പോയാൽ അങ്ങനെ പോകും, വലിയ പ്രശ്നമൊന്നുമില്ല. പാരന്റിങ് എപ്പോഴും കോണ്ടന്റ് ആയിട്ട് വരാറുണ്ട്, ഇങ്ങനെ ചെയ്യണം എന്നാ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഇപ്പൊ റീസെന്റ് ആയിട്ട് ചെയ്തൊരു കോണ്ടന്റ് ഉണ്ടായിരുന്നു, ഫ്രീഡം തന്നാണ് പഠിപ്പിച്ചതാണ് ഇതിനൊക്കെ കുഴപ്പമായിരുന്നു. ഇതിന്റെ ഒരു സൈക്കിളും ആ ഒരു എക്സ്പീരിയൻസും റിയൽ ലൈഫിലായാലും അല്ലെങ്കിൽ കേട്ടിട്ടുള്ള എക്സ്പീരിയൻസിനായാലും ഈ പാരന്റിങ്ങും അതിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ അഫ്രി ആസ് എ പേഴ്സണും അഫ്രി ആസ് എ കോണ്ടന്റ് ക്രിയേറ്ററും എങ്ങനെ തോന്നിയിട്ടുണ്ട്? പാരന്റിങ് നമ്മുടെ പേരൻസിന്റെ ജനറേഷനിലാണെങ്കിൽ അവർക്ക് കുട്ടി ഉണ്ടായത് അവർക്ക് പേരന്റ് ആവണം എന്ന് തോന്നിയപ്പോഴാവില്ല. ദേ ആർ ജസ്റ്റ് ലൈക്ക് ഓക്കെ നമ്മള് കല്യാണം കഴിച്ചു ഇനിയിപ്പോ കുട്ടിയാവാം, അങ്ങനെ അവർ കുട്ടി ആയതാണ്. ആൻഡ് ദേ were never prepared, ലൈക്ക് അവരെ ഒരു പാരന്റ് ആവാൻ വേണ്ടി ആരും പ്രിപ്പയർ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അവരുടെ പേരൻസ് എങ്ങനെ പാരന്റിങ് ചെയ്യണം എന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പൊ ഇപ്പോ സിൻസ് വി ആർ സോ മച്ച് എക്സ്പോസ്, നമുക്ക് ഒരുപാട് അറിയാനും മനസ്സിലാക്കാനും ഒക്കെ ഉള്ളൊരു ലൈക്ക് എൻവയൺമെന്റ് ഉള്ള സ്ഥിതിക്ക് ഐ ഫീൽ ലൈക്ക് പേരന്റിങ് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ മനസ്സിലാക്കണം, കുറെ കാര്യങ്ങളൊക്കെ ചെയ്യണം, പഠിക്കണം. അപ്പോ ഒബ്വിയസ്ലി പേരന്റിങ് എന്റെ പെർസ്പെക്റ്റീവില് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ നമ്മുടെ പേരൻസിന്റെ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ലൈക്ക് ഹൗ ദേ ആർ, ലൈക്ക് ദ വേ ദേ ആർ. കാരണം അവർക്ക് അറിയില്ല എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാ. അവർക്കൊരു കുട്ടീൻ്റെ അവരെ കുട്ടീനെ അങ്ങോട്ട് സ്നേഹിച്ച് ഇങ്ങനെ ലാളിച്ച് വളർത്തിയതാണ്. അപ്പൊ അവർക്ക് ഓരോ കാര്യങ്ങൾ ഇതാകുമ്പോൾ ഇമോഷണലി ആയിരിക്കും അവർ ആലോചിക്കുന്നത്. ഇപ്പൊ എന്തെങ്കിലും ഒരു സംഭവം നമ്മൾ തെറ്റ് ചെയ്തു, അപ്പൊ അവരിങ്ങനെ ഇമോഷണലി ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തി, അവള് ഞാൻ പറയണൊന്നും കേൾക്കുന്നില്ല എന്ന് അങ്ങനെയായിരിക്കും. പക്ഷെ ആസ് എ പേരന്റ് മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ആ കുട്ടി ഒരു ഇൻഡിവിജ്വൽ ആണ്. ഒബ്വിയസ്ലി ആ കുട്ടി എന്തെങ്കിലും അവരുടേതായ ഇഷ്ടത്തിന് ചെയ്യും, അല്ലാതെ ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ എങ്ങനെയാണ് എൻ്റെ കുട്ടി ചെയ്യുക. അപ്പൊ ആ ഡിഫറൻസ് മനസ്സിലാക്കുക. എന്നിട്ട് ഇങ്ങനെ ഓക്കെ നീ ഇത് ചെയ്തു, അപ്പോ എന്താണ് നിന്റെ പെർസ്പെക്റ്റീവ്, എന്താണ് ഓക്കെ നമുക്ക് എന്തെങ്കിലും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്താം. ആ ഒരു ഇത് അവർക്ക് അറിയില്ല. അപ്പൊ അത് അറ്റ്ലീസ്റ്റ് നെക്സ്റ്റ് ജനറേഷൻ എങ്കിലും മനസ്സിലാക്കണമെന്നൊരു ഉണ്ട്. ആൻഡ് ഐ ഫീൽ ഹാപ്പി ദറ്റ് അങ്ങനെയാണ് പോകുന്നത്. ഇപ്പൊ ഐ ഡോണ്ട് തിങ്ക് പീപ്പിൾ ആർ ഹാവിങ് കിഡ്സ് ബിക്കോസ് ദേ ഹാവ് ടു ഹാവ് കിഡ്സ്. ദേ ആർ ലൈക്ക് ഓക്കെ വി ആർ റെഡി ആൻഡ് അപ്പൊ നമുക്കാവാം. ഇഫ് വി ആർ നോട്ട് റെഡി ദെൻ വേണ്ട. നോട്ട് ജസ്റ്റ് ഫിനാൻഷ്യലി, മെന്റലി ഓൾസോ. ഒരു കുട്ടീനെ നോക്കാന്നല്ല. ഇപ്പൊ എനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടമാണ് കുട്ടികളെ. ഞാൻ ചെറുപ്പം മുതലേ ഭയങ്കര കുട്ടികളെ എടുത്ത് വളർത്തി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാനൊരു അഡൾട്ടായപ്പോ എനിക്ക് മനസ്സിലായി എനിക്കൊരു കുട്ടീനെ ഗൈഡ് ചെയ്യാനുള്ള ഇതൊന്നും ഇല്ല. ഐ ഫീൽ ലൈക്ക് ഇപ്പൊ ഞാൻ മേ ബി ലൈക്ക് 70% ആയിട്ടുണ്ട്. ഇനിയും കുറച്ചും കൂടി. ഇപ്പൊ എനിക്ക് ക്ഷമയൊന്നും തീരെ ഇല്ലാത്ത ഒരാളായിരുന്നു. ഇപ്പോഴാണ് ഞാൻ കുറച്ച് ആകുന്നത്. അപ്പൊ എന്റെ കുട്ടി ഒരു കാര്യം ചെയ്യുമ്പോൾ എനിക്കിങ്ങനെ ക്ഷമിക്കാനും ഓക്കെ ഇതാണ് നമുക്കിത് കുഴപ്പമില്ലാന്ന് നമ്മുടെ പേരൻസ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് അവർക്ക് ശരിക്കും കുഴപ്പമില്ലായിരുന്നോ എന്നുള്ളതാണ് ഇത്. അവർക്ക് ആക്ച്വലി വിഷമം ഉണ്ടാക്കുന്നതും ഭയങ്കര ഇമോഷണൽ ടേമോയിൽ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും. സത്യം പറഞ്ഞാൽ അതൊന്നും അത്ര ഇതാക്കണ്ട. ചെറിയ ചെറിയ
എന്താ പറയുക അണ്ടർസ്റ്റാൻഡബിൾ സംഭവമാണ്, ബിക്കോസ് എൻറ്റയർലി ഒരു ഡിഫറെന്റ് ആളാണ്. യു ജസ്റ്റ് ലുക്ക് ലൈക്ക് യുവർ പേരൻസ്, യു ആർ നോട്ട് യുവർ പേരൻസ്. അപ്പോൾ അത് ആ ഡിഫറൻസ് മനസ്സിലാക്കണം എന്നുള്ളത് ഇസ് ദ കോർ മെസ്സേജ് ഓഫ് പാരന്റിങ്. അത് മനസ്സിലാക്കി ഇതാക്കിയാൽ എനിവൺ ക്യാൻ ബി എ പേരന്റ് ആക്ച്വലി. ആഫ്രിയുടെ പേരൻസ് എങ്ങനെയാണ് അതില്? എന്റെ പേരൻസ് ഭയങ്കര എന്താ പറയാ ഇന്നസെന്റ് ആണ്. ഇപ്പൊ അവർക്ക് ഭയങ്കര ദേഷ്യം വിഷമൊക്കെ വന്നാലും നാളെ അവരത് മറക്കും, കുഴപ്പമില്ല, എന്നാ പിന്നെ നിന്റെ ഇഷ്ടത്തിന് ചെയ്യ് അങ്ങനെ. ആൻഡ് ഐ എം വെരി ഹാപ്പി ഓൾസോ. കാരണം നമ്മുടെ പേരൻസിന്റെ ജനറേഷനിലത്തെ പേരൻസിനെ കാണുമ്പോൾ ഐ ഫീൽ ലൈക്ക് ഓക്കെ, നല്ലൊരു സെറ്റാണ് കിട്ടിയത്. അതന്നെ, ബാക്കിയുള്ള ഓപ്ഷൻസ് ഇതാണ്, എന്നാ വേണ്ട അങ്ങനെ. പക്ഷെ ഒബ്വിയസ്ലി ഈ ഡിഫറൻസസ് ഒക്കെ ഉണ്ട്. എന്റെ ജനറേഷനിലത്തെ കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ അവരിങ്ങനെ പിന്നെ അങ്ങനെയൊന്നും അല്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഇങ്ങനെ അതങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മള് വിപ്ലവകരമായിട്ട് സംസാരിക്കുന്നു അങ്ങനെയൊക്കെ. അപ്പോൾ പറയുമ്പോ ഒന്നിന്റെ അടുത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ. ആ ഒരു സംഭവം ഉണ്ട്. ലൈക്ക് ഐ ക്യാൻ നെവർ ബി ലൈക്ക് 100% ട്രാൻസ്പെറൻറ്റ്. കാരണം ആ ഒരു ഡിഫറൻസ് എപ്പോഴും ഉണ്ട്, ഭയങ്കര ഏജ് ഡിഫറൻസ് അതൊക്കെ ഉണ്ട്. അപ്പോൾ പക്ഷെ ഐ എം സ്റ്റിൽ ലൈക്ക് വെരി ലക്കി. കാരണം ആ ജനറേഷനിൽ ഉള്ളതിൽ ബെസ്റ്റ് ആണ് എനിക്ക് കിട്ടിയത്. ഈ പേരൻസിന്റെ റിലേഷൻഷിപ്പും ഫ്രണ്ട്ഷിപ്പും ഒക്കെ ഫീച്ചർ ചെയ്യുന്ന പോലെ തന്നെ കോണ്ടന്റിൽ വന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ് റിലേഷൻഷിപ്പും ടോക്സിക് റിലേഷൻഷിപ്പും. ഈ റിലേഷൻഷിപ്പുകളൊക്കെ എത്രത്തോളം വാല്യൂ കൊടുക്കുന്ന ആളാണ് ആഫ്രി? ആൻഡ് അതേപോലെ തന്നെ ഈ ടോക്സിക് റിലേഷൻഷിപ്പിന്റെ ട്രേറ്റ്സ് എങ്ങനെ എത്ര കറക്റ്റ് ആയിട്ട് കൃത്യം പോയിന്റിൽ അടിക്കാൻ പറ്റുന്നു? ഐ തിങ്ക് ടോക്സിക് റിലേഷൻഷിപ്പ് ഇസ് ബിക്കോസ് ഞാൻ പറഞ്ഞില്ല, പണ്ടത്തെ ആ സമയത്ത് അതൊരു ട്രെൻഡ് ആയിരുന്നു. ആ സമയത്ത് അത് ഞാനും ഗ്ലോറിഫൈ ചെയ്ത് വിചാരിച്ചിരുന്ന ആളായിരുന്നു. പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ആസ് എ ഹ്യൂമൻ ബീങ് മാറുമ്പോൾ നമ്മൾ ഇവോൾവ് ചെയ്യുന്നതിൻ്റെ അതിൻ്റെ കൂടെ ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ദിസ് ഇസ് റോങ്, ഇങ്ങനെയൊക്കെയാണെന്നുള്ള ആ ചേഞ്ചസ് ഇൻകോപ്പറേറ്റ് ചെയ്ത് വീഡിയോ ചെയ്തപ്പോൾ ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് എന്താ പറയുക, ഇത് ടോക്സിക് ആണ്, ഇതിങ്ങനെ ദിസ് ഇസ് എ റിയാലിറ്റി ഫോർ എ ലോട്ട് ഓഫ് പീപ്പിൾ. ആ ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിച്ചില്ല എല്ലാവർക്കും ഇത് റിലേറ്റ്. ഐ തോട്ട് ഓക്കെ ഓൺലി മൈ എക്സ്പീരിയൻസ് ഐ ജസ്റ്റ് പുട്ട് ഇറ്റ് ഔട്ട് ദെയർ നോക്കാം എന്നുള്ള പോലെ. പക്ഷെ വെൻ ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ദെയർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ ലൈക്ക് ദിസ്, ഇതൊരു കോമൺ സംഭവമാണ് ആൻഡ് ലോട്ട് ഓഫ് പീപ്പിൾ ദേ ഡോണ്ട് റിയലൈസ് ഇത് ടോക്സിക് ആണ്. അപ്പോൾ ഈ ഒരു ട്രേറ്റ്സ് എന്താ പറയാ ഒരു കോണ്ടന്റ് ആക്കി ഇട്ടതൊരു എന്താ പറയാ ഡിക്ഷണറി ഇത് പറയില്ലേ ഇൻഡെക്സ് ഒക്കെ പോലെ അത് നോക്കിയിട്ട് ഇതാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് റെഫറൻസ് ചെയ്യാം. അങ്ങനെ പോലെ ഞാൻ കോണ്ടന്റ് ചെയ്തതാ. അത് ഇനിയും ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ എന്റെ ആ ഒരു അത് ഞാൻ തുടങ്ങിയത് 2022 അന്നത്തെ ഇതൊക്കെ പോയി. ഇപ്പൊ ഞാൻ അങ്ങനെ കാണാറോ അറിഞ്ഞിട്ടൊന്നും ഇല്ല. ഇപ്പൊ ടോക്സിസിറ്റി ഉണ്ടെങ്കിൽ തന്നെ അത് ഓപ്പൺ ആയിട്ട് പറയാൻ ഒരുപാട് പേർക്ക് പറ്റുന്നുണ്ട്. യു ആർ ബീയിങ് വെരി ടോക്സിക് എന്നുള്ളത്. ഇപ്പൊ ഐ തിങ്ക് മാരേജ് ടോക്സിസിറ്റി ആണ് കുറച്ചും കൂടി പ്രോമിനന്റ്. റിലേഷൻഷിപ്പ് ആണെങ്കിൽ they'll just end it. Everybody can do it, so you can also do it. മാരേജ് ടോക്സിസിറ്റി ആണ് ഇപ്പൊ കുറച്ച് പ്രോമിനന്റ് ആയിട്ട് നടക്കുന്നത്. ഐ തിങ്ക് മേ ബി ഐ ഹാവ് ടു ചേഞ്ച് ടു ദാറ്റ് സബ്ജക്ട്. കാരണം മാരേജ് കഴിഞ്ഞാല് ഐ തിങ്ക് ഗേൾസ് തിങ്ക് ദാറ്റ് ഓക്കെ ഇനി ഒരു ഡിവോഴ്സ് ചെയ്യാവുന്നത് ഒരു റിസ്കി ബിസിനസ് ആണ്, സോ ബെറ്റർ ജസ്റ്റ് കീപ്പ് അപ്പ് വിത്ത് ഇറ്റ്. അങ്ങനെ അതാണ് കുറെ ഇങ്ങനെ സൂയിസൈഡും അങ്ങനെയൊക്കെ. അത് കാണുമ്പോൾ ശരിക്കും സങ്കടമാവാറുണ്ട്. കാരണം ആക്ച്വലി യു ജസ്റ്റ് ഹാവ് ടു ലീവ് ഹിം, അത്രേ ഉള്ളൂ. പക്ഷെ അത് ചെയ്യാൻ ഈ പറഞ്ഞ പോലെ ഫാമിലി, സൊസൈറ്റി എല്ലാവരുടെ ഇടയിൽ എന്താവും, എന്ത് ചെയ്യും എന്നുള്ളൊരു ടെൻഷൻ, വിഷമമൊക്കെ വരുമ്പോൾ ടേക്ക് ദ ഹാർഡ് സ്റ്റെപ്പ്. നമ്മൾ ഈ കോണ്ടന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് തുടങ്ങുന്ന സമയത്തായാലും നമുക്ക് ചില മെമ്മറീസ് ഒക്കെ വരും. മേ ബി കോണ്ടന്റ് ക്രിയേഷനിൽ വരുന്ന സമയത്തും റിലേറ്റബിൾ കോണ്ടന്റ് ഒക്കെ ചെയ്യുന്ന സമയത്തും ചില ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യുന്ന സമയത്തും ചില പേഴ്സണൽ DMs ഒക്കെ നമുക്ക് ചില സ്വീറ്റ് റിവെഞ്ച് മൂമെന്റുകളും മെമ്മറീസ് ഒക്കെ ആയിട്ടുണ്ടാവും. അങ്ങനെ ഒരു സ്വീറ്റ് റിവെഞ്ച് മൊമെന്റ്സോ മെമ്മറീസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ ഈ ഏട്ടയുടെ മോള് ചെയ്യുന്നത് എന്റെ ഒരു ടോക്സിക് എക്സിന്റെ റെഫറൻസ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോ ഞാനിത് ചെയ്ത് ഹിറ്റായി ഇങ്ങനെ വരുമ്പോ ഐ തിങ്ക് ഐ വാസ് ലൈക്ക് ഫ്രണ്ട്സ് വിത്ത് അപ്പൊ ആ സമയത്ത് തുടങ്ങുന്ന സമയത്ത് നമ്മളിങ്ങനെ ഫെല്ലോ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ട് നമ്മൾ ഫ്രണ്ട്സ് ആവുമല്ലോ. ലൈക്ക് ഫെയിം ഇങ്ങനെ ആയി വരുന്ന സമയത്ത് അപ്പൊ ഇങ്ങനെ സ്റ്റോറിയൊക്കെ ഓരോരുത്തർ ഇടുമ്പോ ഐ റിമെമ്പർ ആ എക്സിന്റെ ബ്രദർ ഭയങ്കരമായിട്ട് ഇങ്ങനെ വിഷമിച്ചിട്ട് എന്താ പറയാ ഈ ഫെയിം ഒന്നും സഹിക്കുന്നില്ല. അപ്പൊ അവൻക്ക് ലൈക്ക് ഹൂഎവർ പുട്ട് ദാറ്റ് സ്റ്റോറി ആൾക്ക് റിപ്ലൈ കൊടുത്തു, ഇവളെ എന്റെ ചേട്ടനെ പറ്റിച്ചതാണ്, ഈ വീഡിയോ ഒക്കെ എന്റെ ചേട്ടനെ പറ്റിയിട്ടുണ്ട്. ഞാനിങ്ങനെ ദാറ്റ് വീഡിയോ ഇസ് ഒബ്വിയസ്ലി അബൌട്ട് എ ടോക്സിക് പേഴ്സൺ ആൻഡ് അവർക്ക് അത്രയും വിവരമേ ഉള്ളൂ. പറയുന്നത് ഇത് എന്റെ ചേട്ടനെ പറ്റിയിട്ടാണ് പറയുന്നത്, എന്റെ ചേട്ടനെ ഇവള് പറ്റിച്ചു, ഇവൾ അങ്ങനെ ചെയ്തു, ഇവൾ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഐ ഫെൽറ്റ് വെരി ഹാപ്പി ദറ്റ്
സ്റ്റിൽ ദേ ആർ അങ്ങനെ തന്നെ, ഒരു മാറ്റം. ഇപ്പോഴും ഐ തിങ്ക് റീസെന്റ് ഏതൊരു പെങ്കൊച്ചിന്റെ അക്കൗണ്ടിൽ നിന്ന്, ഞാൻ അവരൊക്കെ ബ്ലോക്ക് ചെയ്തിരിക്കുക, പക്ഷെ ഏതൊരു പെങ്കൊച്ചിന്റെ അക്കൗണ്ടിൽ നിന്ന് ഇങ്ങനെ മെസ്സേജ് അയച്ചു, ഓർമ്മയുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഓർമ്മയുണ്ട്, നന്നായി നിങ്ങളെ മുതലാക്കി കണ്ടന്റ് ചെയ്തിട്ടുണ്ട്, സോ ഐ എം താങ്ക്ഫുൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ആ പെങ്കൊച്ച് റിപ്ലൈ അയച്ചു, അയ്യോ ചേച്ചി, ഞാൻ ചേച്ചിയുടെ ഫാൻ, എനിക്ക് അറിയില്ല, എന്റെ ഫോണിൽ നിന്ന് അവർ അയച്ചതാ. അപ്പൊ ഞാൻ പറഞ്ഞു സ്വാഭാവികം, നിങ്ങളുടെ ഫോണും നിങ്ങളുടെ ജീവിതവും ഒക്കെ അവരിങ്ങനെ എന്താ പറയാ യൂട്ടിലൈസ് ചെയ്ത് അവരുടെ ഇത് ഇങ്ങനെ, ബിക്കോസ് ദേ ആർ ടോക്സിക്, ഒബ്വിയസ്ലി യു കാണ്ട് എക്സ്പെക്ട് എനിത്തിങ്. ഞാൻ പറഞ്ഞു നിനക്ക് വേണമെങ്കിൽ യു ക്യാൻ ജസ്റ്റ് എസ്കേപ്പ് ഫ്രം ദം, അല്ലെങ്കിൽ വേണ്ട ഫ്രണ്ട്സ് ആയിട്ടിരുന്നോ, എന്താ വെച്ചാൽ എൻജോയ്, ഓൾ ദി ബെസ്റ്റ് പറഞ്ഞിട്ട് ഞാൻ ഒഴിവാക്കി. അത് എത്രയും നമ്മൾ ഫാർ അവേ പോകുന്നു അത്രയാണ് നല്ലത്. അവരിങ്ങനെ കിടന്ന് കരഞ്ഞ് ബഹളം ഉണ്ടാക്കി ഓരോന്നൊക്കെ ചെയ്യും. ബിക്കോസ് ടോക്സിക് പീപ്പിൾ അവരുടെ എന്ന് പറഞ്ഞാൽ ദേ ഡോണ്ട് റിയലൈസ് അവരങ്ങനെ, ദേ തിങ്ക് ദാറ്റ് ദേ ആർ റൈറ്റ്, ഞാൻ ചെയ്തത്. ഇപ്പൊ ഈ ടോക്സിക് റിലേഷൻഷിപ്പ് എനിക്ക് ഉണ്ടായിരുന്ന സമയത്ത് ഐ വാസ് എ മൈനർ. ഈ പുള്ളിക്കാരൻ ഹി വാസ് ഐ തിങ്ക് 5-6 years എൽഡർ ദാൻ മീ. സോ ആൾക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട് ടോക്സിക് ആണ്, ഇതാണ്, ഈസ് ആൻ അഡൽട്ട്. ബട്ട് സ്റ്റിൽ അവർ എന്നെയാണ് വിളിക്കുന്നത്, നീ തേച്ചു. ഞാൻ പറഞ്ഞു എന്ത് തേക്കാൻ, പിന്നെ എന്ത് ചെയ്യുമ്പോൾ ഞാൻ കൈമടി വെച്ച് കിടക്കണോ, എപ്പോഴും ഇങ്ങനെ വാട്സാപ്പിൽ ഓൺലൈൻ ആണോ, പിന്നെ ആരോടത്ത മെസ്സേജ് അയക്കുന്നത്, ഇൻസ്റ്റഗ്രാമിൽ എന്തിനാണ് ഫോളോ ചെയ്യുന്ന ആൾക്കാരെ, ഇങ്ങനെയൊക്കെ. ഇപ്പൊ ഉയരയിൽ ആസിഫ് അലി അല്ലെങ്കിൽ ജയ ഹെൽത്ത് അജു വർഗീസ്, ഏകദേശം ആ ഒരു ഇതായിരുന്നു. ബട്ട് ദേ തിങ്ക് ദാറ്റ് ഇസ് ട്രൂ ലവ്, ഞാൻ എന്റെ ഉള്ളിൽ നിന്ന് സ്നേഹിച്ചതല്ലേ ഇതിന്റെ എന്നൊക്കെ. ദേ ഡോണ്ട് റിയലൈസ് ആൻഡ് ദേ തിങ്ക് ദാറ്റ് ഇസ് ഓക്കെ. So I cannot change them, but ee video through millions of people have seen and acknowledged that this is toxic. Exactly. Still they are saying that ende ചേട്ടനെ പറ്റിita ee video, ende ചേട്ടൻ അവളെ സ്നേഹിച്ചതാണ്, സോ ഒന്നും ചെയ്യാനില്ല, ഹോപ്പ്ലെസ് കേസാണ്, നമുക്കൊന്നും ചെയ്യാനില്ല. ബട്ട് ഐ വാസ് വെരി ഹാപ്പി. ഓഫ് അവിടെ എപ്പോഴും കിടന്ന് കരയുന്നുണ്ട്, അങ്ങനെയാണ്. പിന്നെ റീസെന്റ് ആയിട്ട് ഞാൻ കണ്ട ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആണ്, കോളേജിൽ പോകുന്നവർക്ക് വേണ്ടി കൊടുക്കാൻ പറ്റുന്ന ഒരു ഉപദേശം. ദാറ്റ് വാസ് എൻ എപ്പിക് വൺ. അത് കുറെ സ്ഥലങ്ങളില് ഓഫീസിലെ പൊളിറ്റിക്സ്, കോളേജിലെ പൊളിറ്റിക്സ്, പല സ്ഥലങ്ങളിൽ റിലേറ്റബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. അതെങ്ങനെയായിരുന്നു? എന്റെ കോളേജിലാണെങ്കിൽ നമ്മൾ വന്ന സമയത്ത് ഐ തിങ്ക് 150 ആയിരുന്നു സ്ട്രെങ്ത്. അപ്പോൾ 150 ആൾക്കാർ, പുതിയ ആൾക്കാരെ കാണുന്നു. അപ്പൊ ഞാൻ വരുമ്പോ എന്ന് പറഞ്ഞാൽ ഐ ഫെൽറ്റ്, ഓ ഇത്രയും അധികം ഫ്രണ്ട്സ്, പുതിയ ഫ്രണ്ട്സ്, ഇത്രയും ഓപ്പർച്യൂണിറ്റി, ഇത്രയും ആൾക്ക് ഫണ്ണായിരിക്കും, അടിപൊളി. നമ്മൾ കോളേജിലും മീൻ ടി വിയിലും ഇതിലൊക്കെ കാണുന്ന മറ്റേ എബി സോന അവരുടെ ഒക്കെ ഇതിലൊക്കെ ഭയങ്കര മോഹൻ അതേപോലത്തെ വൈബായിരിക്കുന്നതാണ് ഞാൻ വിചാരിച്ചത്. അപ്പൊ വന്ന സമയത്ത് ഞാൻ എല്ലാവരോടും ഭയങ്കര ഫ്രണ്ട്ലി, ഞാൻ കുറച്ച് എക്സ്ട്രോവേർട്ടഡ് പേഴ്സണാലിറ്റി. അപ്പൊ ഞാൻ എല്ലാവരോടും ഫ്രണ്ട്ലി ആവുന്നു, എല്ലാവരോടും സംസാരിക്കുന്നു, എല്ലാവരോടും ഓടി നടന്ന് വിശേഷം പറയുന്നു, അങ്ങനെയായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി ദാറ്റ് എല്ലാവരും ഫ്രണ്ട്സ് ആക്കാൻ പറ്റില്ല ഇവൻച്വലി, എസ്പെഷ്യലി അവരും ടീനേജേഴ്സ് ഇപ്പൊ വരുന്ന ലൈക്ക് ബഡ്ഡിങ് അഡൽട്സ് ആണ്, അവർക്കും അന്തല്ല, നമുക്കും അന്തല്ല. അപ്പൊ നമ്മൾ എല്ലാവരോടത്തും പോയിട്ട് വല്ലാതെ ഓവർ ഷെയർ ചെയ്യാൻ നിൽക്കുമ്പോൾ പണി കിട്ടും. അപ്പൊ അത് പഠിച്ചു വന്നപ്പോഴേക്കും ഒരു ഫസ്റ്റ് ഇയർ കഴിഞ്ഞു. പിന്നെ സെക്കൻഡ് ഇയർ മുതൽ ഞാൻ കുറച്ച് എന്താ പറയാ, എൻ്റെ ഒരു പ്രൈവറ്റ് സർക്കിൾ അങ്ങനെ പോലെയായി. പിന്നെ ഇപ്പൊ ഒരാള് അഡ്വൈസ് ചോദിച്ചാൽ ഞാൻ ഡെഫിനറ്റ് ആയിട്ട് പറയും, ആദ്യം തന്നെ ഓടിച്ചാടി കയറി എല്ലാവരുടെ അടുത്തും പോയിട്ട് ഫ്രണ്ട്സ് ആവാൻ. അധികം ബഡ്ജറ്റ് ഇല്ലാത്തൊരു ബിഗ് ബോസിലേക്കാണ് ചെല്ലുന്നത്. വെരി ലോ ബഡ്ജറ്റ്. അതങ്ങനെ തന്നെയാണ്. കാരണം എല്ലാവരും ഭയങ്കര ഡിഫറെന്റ് പെർസ്പെക്റ്റീവ്സ് ഉള്ള, എവിടുന്ന് ലൈക്ക് ഡിഫറെന്റ് സ്ഥലത്തുനിന്ന് വന്ന്. ഇപ്പം ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് ഒരു അമേരിക്കയിൽ നിന്നും ലൈക്ക് പുറത്തുനിന്നൊക്കെ വന്ന പിള്ളേരുണ്ടായിരുന്നു. സോ നാട്ടിലെ പിള്ളേർക്ക് ഈ അമേരിക്കയിൽ നിന്ന് വന്ന പിള്ളേരൊക്കെ കാണുമ്പോൾ ഇങ്ങനെ, ഓ അവിടെ ഒരു ഇംഗ്ലീഷ് ഉണ്ടല്ലോ പിന്നെ എന്നൊക്കെ, അങ്ങനെ എല്ലാവരും സോ ഡിഫറെന്റ്, എല്ലാവരും സോ ഡിഫറൻസ്. ആൻഡ് ആ ഡിഫറൻസ് മനസ്സിലാക്കാനും റെസ്പെക്ട് ചെയ്യാനുള്ള മെച്ചോറിറ്റി നമുക്കില്ല. അപ്പൊ ഒബ്വിയസ്ലി ഒരു ഹാർട്ട് ബ്രേക്ക് ആവും. പിന്നെ നമുക്ക് റിയലൈസ് ചെയ്യുമ്പോൾ ദാറ്റ് നമ്മൾ പോയി സംസാരിച്ച ആൾക്കാർക്ക് ശരിക്കും നമ്മളെ ഇഷ്ടമല്ലായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് നമ്മൾ വെറുപ്പിക്കലാന്ന് തോന്നുന്നുണ്ട്. അങ്ങനെയൊക്കെ ഓരോന്നായി വരുമ്പോൾ സങ്കടവും വിഷമമൊക്കെ ആവും. പിന്നെ ഒരു ടീമിങ് അപ്പും ആണ്, കാരണം എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ട് ലൈക്ക് മോർ സ്ട്രെങ്ത് ഉള്ള സ്ഥലത്തേക്ക് ടീം അപ്പ് ചെയ്ത് അല്ലെങ്കിൽ അവൾ അങ്ങനെ തന്നെയാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആക്കുക. ഇതൊക്കെ നോർമലാണ്, ബിക്കോസ് വി ആർ ഓൾ യങ്, നമുക്ക് ആർക്കും അറിയില്ല. Towards the end of the college, I felt like a lot of people have changed, a lot of people have become matured, but still അങ്ങനെ അല്ലാത്തവരും ഉണ്ട്. അവർക്ക് ഒന്നും പറയാനില്ല. ഈശ്വരൻ എല്ലാവരും എന്തായാലും ചെയ്യട്ടെ. So thank you so much, Afri. Thank you so much for entertaining us so far. Thank you. Keep entertaining us. Thank you for having me. Thank you so much for the time. Thank you. Yeah.